ആ കുടുംബത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാൽ മതി തീരത്തില്ല. അത് നമുക്ക് അറിയത്തില്ല. എന്നാലും ആ കുടുംബത്തിൽ കാണും എന്ന് പറഞ്ഞ ഒരു ഉറപ്പ് മനസ്സിലുണ്ട്. അവരെ അച്ഛനമ്മയ്ക്ക് മനസ്സ് തോന്നിയല്ലോ ഇങ്ങനെ അഭയം കൊടുക്കാൻ വേണ്ടി. അത് തന്നെ വളരെ സന്തോഷമായിരിക്കും. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവരെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. ആലിൻ ഷെറിൻ എബ്രഹാം 10 മാസം പ്രായം മാത്രമുള്ള സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവ്. ഈ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ഇന്നലെ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ആ ജീവനും കൊണ്ടുള്ള യാത്ര നമ്മളെല്ലാവരും കണ്ടതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് അതിൽ ഒരു അവയവം എത്തിച്ചത്. 2 വൃക്കകളാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. SITയിൽ ചികിത്സയിലുണ്ടായിരുന്ന 10 വയസ്സുകാരിയായ ശ്രേയയ്ക്കാണ് ആ വൃക്കകൾ നൽകിയിരിക്കുന്നത്. ഇന്നലെ രാത്രി വളരെ വൈകിയും ശസ്ത്രക്രിയ നടന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയായത്. ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് ശ്രേയയുടെ അച്ഛനാണ്, സജിയാണ് ചേരുന്നത്. ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ടല്ലേ? പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 7 മണിക്കാണ് പൂർത്തിയായി. 7-7:15 പൂർത്തിയായിട്ടുണ്ട്. ICUലിട്ട് സംസാരിച്ചായിരുന്നു കൊച്ച് നല്ല രീതിയിൽ. പിന്നെ അമ്മ എന്നൊക്കെ വിളിച്ചിരുന്നു. പിന്നെ ഡോക്ടർ വന്ന് പറഞ്ഞ് കുഴപ്പമില്ല, ICUലൊക്കെ മാറ്റുകയാണെന്ന് പറഞ്ഞ്. കേരളം മുഴുവൻ ചേർന്നിട്ടാണ് അവയവം ഇവിടേക്ക് എത്തിച്ചത്. അത് മാത്രമല്ല വളരെ കുഞ്ഞൊരു മകളുടെ ഒരു 10 മാസം മാത്രം പ്രായമുള്ളൊരു മോളുടെ വൃക്കകളാണ് വെച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ആ കുടുംബത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാൽ മതി തീരത്തില്ല. അത് നമുക്ക് അറിയത്തില്ല. എന്നാലും ആ കുടുംബത്തിൽ കാണണം എന്ന് ഭയങ്കര താല്പര്യമായിരിക്കുന്നു. എന്നാലും സ്ഥലം അറിയില്ല, എന്നാലും കാണും എന്ന് പറഞ്ഞ ഒരു ഉറപ്പ് മനസ്സിലുണ്ട്. അവർ നമ്മളൊക്കെ ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്. ദുഃഖമാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ 10 മാസമായ കൊച്ചാണല്ലോ. അവർ മനസ്സിലാണ് അവരെ അച്ഛനമ്മയ്ക്ക് മനസ്സ് തോന്നിയല്ലോ ഇങ്ങനെ അഭയം കൊടുക്കാൻ വേണ്ടി. അത് തന്നെ വളരെ സന്തോഷമായിരിക്കും. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവരെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു പറഞ്ഞുണ്ട്. മോൾക്ക് എന്തായിരുന്നു, വൃക്കയ്ക്ക് എന്തായിരുന്നു തകരാറ്? എത്ര നാളായിട്ട് ചികിത്സയിൽ കഴിയുകയാണ്? ഇപ്പം 1 വർഷം കഴിഞ്ഞു നമ്മൾ തുടങ്ങിയിട്ട്. പെട്ടെന്നായി ഒരു സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പെട്ടെന്നായി ഒരു ശ്വാസം മുട്ടലുണ്ടായതാണ്. അങ്ങനെ പെട്ടെന്ന് നെയ്യാറ്റിൻകര ആശുപത്രി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് നേരെ SIT കൊണ്ടുവന്നു. SITയിൽ കൊണ്ടുവന്നു അവർ പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളെല്ലാം ചികിത്സ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് 2 കിഡ്നി ഫെയിൽഡറാണ്. സുസ മേഡമാണ് ഡോക്ടർ ആയിരുന്നത്. ഡോക്ടർ പറഞ്ഞ് 2 കിഡ്നി ഫെയിൽഡറാണ്, പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 1 വർഷം വരെ. അതിൻ്റെ രീതിയിൽ നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്കൂളിലൊന്നും ഇപ്പോൾ മോള് പോകുന്നില്ലായിരുന്നു? 1 വർഷം കൊണ്ട് സ്കൂളിൽ പോകുന്നില്ല. സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. എപ്പോഴാണ് ഇങ്ങനെ ഒരു അവയവം മാറ്റിവെക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതും കേസോട്ടോ രജിസ്റ്റർ ഒക്കെ ചെയ്ത് എപ്പോഴാണ്? നേരത്തെ നമ്മൾ പിന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ നമ്മൾ പറഞ്ഞു ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീക്കാമെന്ന് പറഞ്ഞു ഇരുന്നതാണ്. അപ്പോഴാണ് മെലിഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു നൈറ്റ് ഒരു 11 മണിക്കാണ് എന്നെ വിളിച്ച് പറഞ്ഞു ഇവിടുന്ന് ഇതുപോലെ കൊച്ചിനെ കൊണ്ട് പെട്ടെന്ന് ആശുപത്രി വേണം, ഇതുപോലെയാണ് സംഭവം എന്ന് പറഞ്ഞു. ആ സമയം തന്നെ നമ്മളിവിടെ എത്തുകയും ബാക്കി കാര്യങ്ങൾ പിന്നെ മാച്ചിങ് ടെസ്റ്റിന് വേണ്ടി കൊച്ചിൻ്റെ ബ്ലഡ് എടുത്ത് തരുകയും ഇവിടുന്ന് പിന്നെ ഗവൺമെൻറ് വണ്ടി തന്നെ പിടിച്ച് എറണാകുളത്ത് പോയതും അവിടെ മാച്ചിങ് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയതും അങ്ങനെയാണ് സർജറി ഇവിടെ നടന്നത്. ഈ അവയവം തന്ന ആലിൻ എന്ന കുഞ്ഞുമോളുടെ ഫോട്ടോയോ മറ്റോ ഒക്കെ കണ്ടിരുന്നു? കുഞ്ഞുമോളെ ഫോട്ടോ കണ്ടിരുന്നു. വളരെ ദുഃഖമാണ് അത്. എത്ര പറഞ്ഞാലും എന്ത് പറയാൻ, ഭയങ്കര ദുഃഖമാണത് മനസ്സിൽ. അങ്ങോട്ടേക്ക് അവർ കുടുംബത്തെ കാണാൻ പോകണമെന്നാണ്? പോകണം. മോൾ ആരോഗ്യവതിയായിട്ട് പോകാമെന്നാണോ? അതെ. ഇപ്പം മുന്നിലുള്ള പ്രതീക്ഷയാണല്ലേ അവയവൊക്കെ മാറ്റിവെക്കലൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകാൻ കഴിയുമെന്നാണ്? സ്കൂളിൽ കഴിയാൻ മുന്നേ പറയുമല്ലോ, അത് ഡോക്ടർ തന്നെ പറയും ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് ദൈവത്തിൻ്റെ ആരോഗ്യപൂർവ്വം നടക്കട്ടെ എന്ന് പറയും. എന്തായാലും ആരോഗ്യവതിയായിരിക്കുന്നു? ഇത് കുഴപ്പമില്ലായിരിക്കുന്നു. ചേട്ടൻ കയറി കണ്ടോ? കയറി കണ്ടില്ല. സർജറി കഴിഞ്ഞു പിന്നെ റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇനി കാണാൻ പറ്റത്തില്ല. ആ സമയത്ത് തന്നെ കണ്ടത്. ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് എന്തെങ്കിലും പറഞ്ഞോ? ICUവിൽ നിന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഇല്ല. ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ പ്ലംബിംഗ് പണിക്കാണ് പോകുന്നത്. ശ്രേയുടെ അമ്മ? ശ്രേയമ്മ പിന്നെ വീട്ടിൽ കബ്സ. മറ്റ് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ ശ്രേയ? ഒരു സഹോദരമുണ്ട്, 3 വയസ്സായി. അതെ. ഇനി അങ്ങോട്ട് പ്രതീക്ഷയുള്ളൊരു ജീവിതമാണ്? അതെ, പ്രതീക്ഷയാണ്. ആകെപ്പടെ തകർന്നിരുന്നതാണ്.
അവയവം സ്വീകരിച്ച വൃക്കകൾ സ്വീകരിച്ച 10 വയസ്സുകാരിയായ ശ്രേയയുടെ അച്ഛൻ സജിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. വളരെ സാമ്പത്തികമായി അവർക്ക് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ശ്രേയയ്ക്ക് വേണ്ടിയുള്ള ഡയാലിസിസും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു വരികയാണ്. അതുമാത്രവുമല്ല, കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് തന്നെ ഒരു വർഷത്തോളം ആകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ എന്തായാലും സർജറി വിജയകരമായി തന്നെ പൂർത്തിയാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി പ്രതീക്ഷയുടെ ഒരു മുന്നോട്ടുള്ളത് അവർക്ക് പ്രതീക്ഷ മാത്രമാണ്. കുഞ്ഞിന് സ്കൂളിലേക്ക് പോകാൻ കഴിയും, പുതിയൊരു ജീവിതം, അങ്ങനെ പല പ്രതീക്ഷകളും അവരുടെ മുന്നിലുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹം പറഞ്ഞത് അതാണ്, വലിയൊരു ദുഃഖം ഇപ്പോഴും മനസ്സിലുണ്ട്. ആ കുഞ്ഞ് ആലിൻ്റെ ദുഃഖം മനസ്സിൽ അതൊരിക്കലും മാഞ്ഞു പോകില്ല. എന്തായാലും ശ്രേയ ആരോഗ്യവതിയായ ശേഷം അവരുടെ വീട് എവിടെയാണെന്നൊന്നും ആലിൻ്റെയും കുടുംബത്തിൻ്റെയും വീടോ മറ്റ് സ്ഥലമോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. എന്നാലും ഇതെല്ലാം കുഞ്ഞിന് ശ്രേയയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിയ ശേഷം അവിടെ പോയി ആ കുടുംബത്തെ ഒന്ന് കാണണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്നാണ് ഇപ്പോൾ എന്തായാലും ശ്രേയയുടെ അച്ഛൻ സജിയും റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.